റിലാക്സ്ഡ് ആയിരുന്നു വളരെ ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണുന്നത് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടിരുന്ന് ചിരിക്കാനായി വളരെ രസകരമായ കുറേയധികം സംഭവങ്ങളുമായിട്ടാണ് ഫണ്ണിയസ്റ്റ് മൊമെന്റ് സീരീസിലെ പുതിയ ഈ എപ്പിസോഡുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെ രസകരമായ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായി നമുക്കൊരു പോലീസ് ചെക്കിങ്ങിനിടയിൽ നടന്ന സംഭവ വികാസങ്ങൾ കാണാം. കമ്പനി വരുന്നോ? വണ്ടിയിലല്ലോ കമ്പനിയില്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. ഈ സംഭവം ആദ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പക്ഷികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന നല്ലവനായ ഒരു യുവാവിന്റെ ദൃശ്യമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷേ അന്തസ്സുണ്ടല്ലോടാ, അന്തസ്സുണ്ടല്ലോ മനുഷ്യന്. നമുക്കറിയാം എക്സാമിന്റെ ടൈമൊക്കെ ആയാൽ പലരും ബിറ്റ് വെക്കാറുണ്ട്. ഇപ്പോൾ വളരെ സർവ്വസാധാരണമായ ഒരു കാഴ്ചയാണിത്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഈ കുട്ടി ഒരു ബിറ്റുമായി വന്നതാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് ടീച്ചറിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഇത് കൊള്ളാവോ? കമ്മലും മാലയോ? ഇതാ കുറ്റം പറയാൻ പറ്റില്ല. അമ്മക്ക് എന്ത് ബ്ലാക്ക് പാന്തർ. വേഗം പോട്ടെ, 2-3 കല്യാണം കൂടി കൂടാനുള്ളതാണെന്ന്. ഇനി അടുത്ത സംഭവം കാണുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം പരിചയപ്പെടുത്തി തരാം. ആർക്കാണ് ജയിക്കുന്നത് ഇഷ്ടമല്ലാത്തത്? അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ സെലിബ്രേഷൻ നിർബന്ധമല്ലേ? എന്നാൽ ഇനി അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ കാത്തിരിക്കേണ്ട. കാരണം പ്ലേയേഴ്സ് ബോട്ടിൽ ലക്ഷക്കണക്കിന് രൂപ നേടി നിങ്ങൾക്ക് ഡെയിലി സെലിബ്രേറ്റ് ചെയ്യാവുന്നതാണ്. പ്ലേയേഴ്സ് ബോട്ടിൽ നിങ്ങൾക്ക് ലുഡോ, സ്പീഡ് ലുഡോ, സ്നേക്സ് ആൻഡ് ലാഡർ, ഷീപ്പ് ഫൈറ്റ്, റമ്മി, പോക്കർ, ഹൌസി, ചെസ്, ആൻഡ്മാൻ തുടങ്ങി 15-ലധികം ഗെയിമുകൾ ലഭ്യമാണ്. നിങ്ങൾക്കിതിൽ ലുഡോയും സ്പീഡ് ലുഡോയും ഒക്കെ കളിച്ച് ലക്ഷങ്ങൾ വരെ സമ്പാദിക്കാം. ഇത് തീർച്ചയായും സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തിന് പ്ലേയേഴ്സ് ബോട്ട് തന്നെ തിരഞ്ഞെടുക്കണമെന്ന്. കാരണം 10 മില്യൺ പ്ലസ് യൂസേഴ്സ് ഉള്ള സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ആപ്പാണിത്. ഇതിൽ വിത്ഡ്രോവൽ വളരെ ഈസിയാണ്. വിന്നിങ്സ് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ വാലറ്റിലേക്കോ അക്കൗണ്ടിലേക്കോ കിട്ടും. ഇനി എക്സൈറ്റിംഗ് ആയ മറ്റൊരു കാര്യം പറയാം. എന്റെ ഡൗൺലോഡ് ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എന്റെ റെഫറൽ കോഡായ PLAYERS200 എന്ന കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയി 200 രൂപ സൈനപ്പ് ബോണസും കിട്ടും. അപ്പോൾ ഇനി അധികം ആലോചിച്ച് നിൽക്കാതെ ഉടനെ എന്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി പ്ലേയേഴ്സ് ബോട്ട് ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യൂ. കാരണം പ്ലേയേഴ്സ് ബോട്ടിൽ ജയിച്ചതിന് ശേഷം സെലിബ്രേഷൻ വിൽ ബി. ഉസൈൻ ബോൾട്ടിന് ശേഷം ഇനി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു ഇനി നമുക്കൊരു ക്രിക്കറ്റ് മാച്ചും വളരെ മികച്ച ഒരു ബോളറേയും കാണാം. No ball is the call, but that was a short ball that we were expecting with the field place that it has. കാറ്റ് തരാൻ മനസ്സില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ, അതിനിങ്ങനെയൊക്കെ ചെയ്യണോ? ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ ഉടനടി ഖേദിക്കേണ്ടി വരാറുണ്ട്. അത്തരത്തിലൊരു സന്ദർഭമാണിത്. ഇനി നമുക്ക് വളരെ മികച്ചൊരു ചലഞ്ച് കാണാം. അച്ഛനെ എത്രണ്ണമുണ്ട്? അച്ഛൻ എത്രണ്ണമുണ്ട്? എത്രണ്ണമുണ്ട്? അച്ഛൻ എത്രണ്ണമുണ്ട്? 1 2 3 എത്രണ്ണമുണ്ട്?
തന്തയ്ക്ക് നൽകിയ പേര് പറയിക്കാൻ ഉണ്ടായവൻ നീ എന്തുദ്ദേശം ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നേ നാണം കെട്ടവൻ. ജോസാരട്ട് എന്താ ബന്ധം? ജോസാരട്ട് എന്താ ബന്ധം? ആ നല്ലതാ. കൊള്ളാവാ 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 കൊള്ളാം. എങ്ങനെയാ നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്? ആ സൂപ്പർ. എങ്ങനെ വലിച്ച് ഇങ്ങനെ കളിക്കുവാ? വലിച്ചാ കിട്ടുമെന്നോ? ജോതാറ് അങ്ങോട്ടും തരും ഇങ്ങോട്ടും തരുവാ. ഇങ്ങോട്ടാ? എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. ബുദ്ധിയുണ്ടോ? പൂജിക്കാനോ? പൂജാമലം പൂജാമലം പൂജാരി എഴുതി തന്നു. എഴുതാണോ? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എത്ര ഏട്ടായിമാരുണ്ട്? എത്ര എണ്ണം ഉണ്ട്? എട്ടായി. ചിരിക്കുന്നുണ്ടല്ലോ. അതാടി സുന്ദരി കുട്ടികൾക്കുള്ള ഒരു മെച്ചം. എവിടെ ചെന്നാലും നോക്കാൻ ആളുണ്ടാവും. അയ്യടി. ബ്രിട്ടീഷ് ക്രീമിന് ശേഷം കാസർഗോഡ് ടീംസ് ഇറക്കുന്ന പുതിയ ഐറ്റം ബിസ്ക്കറ്റ് പാൻസ്. പാർലേജ് ടച്ച് പാന്റ് ഇക്കുറി പേരുന്നാക്കി പൊടി പാറ്റും. കസിൻസിന്റെ എല്ലാം പൊരിക്ക് പോയെങ്കിലേ ചായ മാത്രം ഇങ്ങനെ മതി. ബിസ്ക്കറ്റ് എല്ലാം ഉണ്ട് ഭ്രാന്തിന്. അപ്പൊ ഷോപ്പിലേക്ക് വാ, കാശ്മീർ ഫാഷനിലേക്ക് വാ. ഇമ്പോർട്ടഡ് ഓറിയോ ബിസ്ക്കറ്റ് ടച്ച് ഉണ്ട്, പാർലേജ് ടച്ച് ഉണ്ട്, മേരി ബിസ്ക്കറ്റ് ടച്ച് ഉണ്ട്, പലതരം മോഡൽ ഇറക്കിയിട്ടുണ്ട്. ഷോപ്പിലേക്ക് വാ, മല്ലു ടച്ച്. തൊട്ടക്കുമല്ലോ മുട്ടിന്റെ കാപ്പി. ഷോപ്പിലേക്ക് വാ കറാമല് ബിസ്ക്കറ്റ്. അപ്പൊ പാർലേജിയും ടൈഗർ ബിസ്ക്കറ്റും ക്രീം ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. വേണ്ടവർ ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്തോ. എന്നാൽ ഇവന്മാർക്ക് മാത്രം ഇവിടെ നിന്നാണ് ഇമാതിരി ഐറ്റംസ് ഒക്കെ കിട്ടുന്നത്. എന്തെങ്കിലും വികൃതി കാണിക്കാൻ വരുന്ന കുട്ടികളെ മാനസികമായി തളർത്തി എങ്ങനെ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം എന്നുള്ള ടെക്നിക്കിന് നമുക്ക് പഠിക്കാം. നല്ല കരച്ചിൽ കരയുന്നേ അതവിടെ മര്യാദക്ക് അവിടെ വെച്ചോ. ഇതെന്റെ നല്ല കിട്ടും. അടക്ക മേശപ്പുറത്തെത്തിയത് ഇല്ലെന്റെ നല്ല കിട്ടുന്നേ തന്നെ. മോഹഭംഗ മനസ്സിലെ ശാപ പങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമാ. തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. പുഷ്പ 2 മൂവി ടീസർ ഇറങ്ങിയത് നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടാകും. അപ്പോൾ പുഷ്പ മൂവി നമ്മുടെ നാട്ടിൽ എത്രത്തോളം എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇനി 2 പാചക കുലപതികൾ വളരെ വ്യത്യസ്തമായ ഒരു വിഭവം ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ എന്റെ നാച്ചുറൽ ലേസരി കണ്ടോ, കണ്ണു നൂറുന്നുണ്ട്. മല്ലിച്ചേപ്പും കൂടി അങ്ങ് അരിഞ്ഞിട്ടാലേ അടിപൊളി കണ്ണു നൂറാലോ. ഞാൻ 2 കണ്ണൊന്ന് തുറന്നാണ് വെക്കട്ടെ. കണ്ടോ, നമുക്ക് കുയ്യാൻ വലിച്ചെറിയ എന്നിട്ട് ചീത്തറിയാ തിന്നിട്ട് ഡ്രസ്സില്ലെങ്കിൽ. അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. വാടിക്ക് വന്ന് തിന്നിട്ട് അടിപൊളിയായിരുന്നു. അതെ, വളരെ അടിപൊളിയായതുകൊണ്ട് തന്നെയായിരിക്കും വായിലിട്ടെറിഞ്ഞ് അത് റിട്ടേൺ അടിച്ചു വന്നത്. അപ്പോൾ വേണ്ടവർക്ക് തീർച്ചയായും പരീക്ഷിക്കാവുന്ന ഒരു വിഭവം തന്നെയാണത്. ഇനി എന്തായാലും നമുക്കൊരു പ്രാങ്ക് അങ്ങ് കണ്ടേക്കാം. 8th floor. 8th. Fourth floor. कितना? 10. Fourth.
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു, വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.